Welcome back to Harvest Online. We will KEAM 2020 solutions, physics solutions ആണ് നമ്മൾ ഇന്ന് ഇടാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ഇന്ന് നടന്ന 72 ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആണ്. അതിൽ 72 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് ഫിസിക്സിന്റെ എല്ലാ ഭാഗത്തു നിന്നും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി അത് കൺസെപ്ച്വലിയും ന്യൂമറിക്കലിയും ഒക്കെ നമ്മളെ നല്ലൊരു റിവിഷൻ പോലെ നമുക്ക് ഈ ഫിസിക്സിൻ്റെ ഹോൾ റിവിഷൻ പോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുക്കാൻ പറ്റും. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അടുത്ത വർഷം കീമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഈ സൊല്യൂഷൻസ് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. കാരണം അവർക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്ങനെയാണ് NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് NCERT ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നല്ല ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. ഈ സൊല്യൂഷൻസിൽ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാവാം, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇനി പിന്നെ അത് തിരുത്താൻ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇതേപോലത്തെ സൊല്യൂഷൻസ് നമുക്ക് ഇനിയും അല്ലെങ്കിൽ ഇതേപോലത്തെ ക്ലാസ്സസ് ഇനിയും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഹാർവെസ്റ്റ് ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ε0 ആൻഡ് μ0 ആർ റെസ്പെക്റ്റീവ്ലി പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയുന്ന രീതിയിൽ തന്നെയാണ് നൊട്ടേഷൻ ഉള്ളത്. നമ്മളോട് ചോദിച്ചത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് 1/√of μ0 ε0 എത്രയാണ്. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഓരോന്നിൻ്റെ ε0ൻ്റെ μ0ൻ്റെ വേറെ വേറെ കണ്ടുപിടിച്ച് കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഭേദം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടോ നോക്കല്ലേ. 1/√of μ0 ε0 എന്തിൻ്റെ ഇക്വേഷനാണത്? വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ അതേ ഡയമെൻഷൻ വേണ്ടേ ഈ 1/√of μ0 ε0ക്കും? എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ? വെലോസിറ്റിൻ്റെ അതേ ഡയമെൻഷൻ, ദാറ്റ് ഈസ് LT⁻⁻1, ഓപ്ഷൻ ഡി. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. Question number 2, the power in an electric circuit for a current of 5 ± 0.4 ampere. അപ്പോൾ I = 5 ± 0.4 ampere ആണ്. ഓക്കെ, സിമിലർലി വോൾട്ടേജ് V = 10 ± 0.2 വോൾട്ട്. പവർ മെഷർ ചെയ്തത് 10% എററിലാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പവർ ഈസ് മെഷേർഡ് അറ്റ് 10% എറർ. To measure the power at 5% error. ഇനി ഇതേ പവർ 5% എററിലാണ് മെഷർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ദ കറണ്ട് ഷുഡ് ബി മെഷർഡ്. കറണ്ടിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇത്രയും ഡാറ്റ തന്നിട്ട് പവറിൻ്റെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എറേഴ്സിൻ്റെ പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ P = VI എന്നറിയാം. നമുക്ക് ΔP/P equal to ΔV/V plus ΔV/V plus ΔI/I എന്നറിയാലോ. എല്ലാത്തിനെയും പെർസെൻറ്റേജ് ആക്കുന്നതുകൊണ്ട് എല്ലാത്തിനെയും നമുക്കൊരു ×100 ചെയ്യാം. അപ്പോൾ ΔP/P × 100 ആണ് 10%. 10 ഈക്വൽ ടു ΔV/V നമുക്ക് 0.2/10 അല്ലേ. ΔV എന്ന് പറഞ്ഞാൽ 0.2, V എന്ന് പറഞ്ഞാൽ 10. അങ്ങനെ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട് ×100 പ്ലസ് വാട്ട് ഈസ് ΔI/I. ΔI എന്ന് പറഞ്ഞാൽ 0.4/I എന്ന് പറഞ്ഞാൽ 5 ×100. അപ്പോൾ 0.2 നമുക്ക് 0 ക്യാൻസൽ ചെയ്താൽ 0.2 × 10 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 5 0.4/5 × 100 എന്നാണ്. ഞാൻ 5ഉം 100ഉം ക്യാൻസൽ ചെയ്ത് 20. അപ്പോൾ 0.4 × 20 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 8. അപ്പോൾ ഇത് തന്നെയാണ് 10 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, ഞാനൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ 10% ആണ് പവറിലെ എറർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൽ 5% ആണ് പവറിലെ എറർ വേണ്ടത്. ഇപ്പോൾ കറണ്ടിലെ എറർ 8% ആയതുകൊണ്ടാണ് 10 ആയത്. കറണ്ടിലെ എറർ എത്ര ആയാലാണ് ഇത് 5 ആവാന്ന് വെച്ചാൽ, അതായത് 5 = ഈ 2ൽ മാറ്റണ്ടോ? ഇല്ല, 2 പ്ലസ് എത്ര എററാണ് കറണ്ടിൽ വന്നാലാണ്, എത്ര പെർസെൻറ്റേജ് എറർ കറണ്ടിൽ വന്നാലാണ് ഇത് 5 ആവുക. 10 ഉള്ളത് 5 ആവും. X = എത്രയാണ് വരിക? 5 - 2 ദാറ്റ് = 3% എന്നല്ലേ വരിക. ആൻസർ എത്രയാണ്? ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3, the angular diameter of a planet measured from Earth is 90 seconds. അതായത് എന്താണ് ആംഗുലാർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു പ്ലാനറ്റ് ഉണ്ട്, ആ പ്ലാനറ്റിനെ എർത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഡയമീറ്റർ, ഇതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 90 seconds. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ്, ഇതിൻ്റെ യഥാർത്ഥ ഡയമീറ്റർ π × 10⁶ മീറ്റർ ആണ് എങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് എത്രയാണ്? ഈ ഡിസ്റ്റൻസിന് ഞാൻ D എന്ന് കൊടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് L = r⁻, പാരലാക്സ് മെത്തേഡാണിത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ തന്നെയുള്ള L = r⁻ എന്ന് അപ്ലൈ ചെയ്യാലോ.
ഇവിടുത്തെ കേസിൽ ഈ ആർക്കിലെ ലെങ്ത് L ആരാണ്? പൈ ഇൻറ്റു 10⁶ ഈക്വൽ ടു റേഡിയസ് R ആരാണ്? D ഇൻറ്റു തീറ്റ 90 സെക്കൻഡ്സ് ആണ്. സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ ബൈ 60, ആ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ അഗെയിൻ ബൈ 60, ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ പൈ ബൈ 180. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്യുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കൺവേർഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൈ ഞാൻ ക്യാൻസൽ ചെയ്തു. 90 180 2 ആണ്. അപ്പോൾ D ഈക്വൽ ടു 60 × 60 × 2, ഓക്കെ, ഇത് ഇങ്ങോട്ട് വരും, ഇൻറ്റു 10⁶. അങ്ങനെയല്ലേ വരിക? അപ്പോൾ 6 × 6 36, 36 × 2 72, 0 എന്നുള്ളത് ഈ 0 എന്നുള്ളത് 10⁸ പോകും. അപ്പോൾ ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. 7.2 ആണ് വരിക, ഇൻറ്റു 10⁹ എന്നല്ലേ വരിക? 10⁹ മീറ്റർ. ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 വെക്ടേഴ്സ് എന്നാണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് 2a + 3b ആൻഡ് 4a - 3b. അപ്പോൾ എയും രണ്ട് വേറെ വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. ഞാൻ പി എന്ന വെക്ടറായിട്ട് എടുക്കുകയാണ് ആരെ? 2a + 3b. ഓക്കെ, ക്യൂ എന്ന വെക്ടറായിട്ട് എടുക്കുകയാണ് ആരെ? 4a - 3b. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? 2a + 3b 4a - 3b തമ്മിലുള്ള റിസൾട്ടൻ്റ് ആണ്. ആ റിസൾട്ടൻറ്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഞാൻ 6 എന്ന് എടുക്കുകയാണ്. ആ 6 എന്ന് പറഞ്ഞത് 2a + 4a 6a, 3a - 3b ക്യാൻസൽ ചെയ്യൂലേ, 0 ആവും. അപ്പോൾ ഇത് 6a ആണ്. നമുക്കപ്പോൾ അറിയേണ്ടത് എയും 6aയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇത് രണ്ടും പാരലൽ അല്ലേ മക്കളെ? അതായത് ഇത് പാരലൽ വെക്ടേഴ്സ് അല്ലേ? അപ്പോൾ രണ്ട് പാരലൽ വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 5. എ പാർട്ടിക്കിൾ ഈസ് മൂവ്ഡ് ഇൻ എ സെമി സർക്കുലാർ പാത്ത് ഓഫ് റേഡിയസ് r. ഒരു പാർട്ടിക്കിള് സെമി സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്തിട്ടുണ്ട്, റേഡിയസ് r ആണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഈസ് 0. അപ്പോൾ ഇവിടെ തൊട്ട് A തൊട്ട് B വരെയാണ് പോയിട്ടുള്ളത്. ആവറേജ് വെലോസിറ്റി 0 അല്ല. കാരണം എന്താണ്? ഇയാൾ തിരിച്ച് അതേ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി 0 ഉള്ളൂ. ആവറേജ് ആക്സലറേഷൻ ഈസ് 0. അവിടെ നിന്നോട്ടെ. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r. എ പാർട്ടിക്കിൾ ഈസ് മൂവ്ഡ് ഇൻ എ സെമി സർക്കുലാർ പാത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 2r അല്ലേ വരിക? A to B ഡിസ്പ്ലേസ്മെൻറ്റ് 2r അല്ലേ വരിക? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ആർ ഈക്വൽ അല്ല. കാരണം സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണെങ്കിൽ മാത്രം അങ്ങനെ ആവറേജ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഇറ്റ്സ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്, അതുമല്ല. ഇനി ആവറേജ് ആക്സലറേഷൻ്റെ കാര്യം, ഓരോ പോയിന്റിലുള്ള ആക്സലറേഷൻ്റെ ഡയറക്ഷൻ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം എടുക്കുക എന്നാണ് അർത്ഥം. അത് 0 കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ 2r ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ്, സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. 2 projectiles P and Q thrown with velocities V and V/2. രണ്ട് പ്രൊജക്ടൈൽസ് ഉണ്ട്. ഒരു പ്രൊജക്ടൈൽ P, അയാളെ ത്രോ ചെയ്ത വെലോസിറ്റി V. ഇനി Q എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രൊജക്ടൈൽ ഉണ്ട്, അയാളെ ത്രോ ചെയ്ത വെലോസിറ്റി V/2. ഹാവ് ദ സെയിം റേഞ്ച്. രണ്ടാൾക്കുള്ള റേഞ്ച് സെയിം ആണ്, 6 ഇയാൾക്കും 6. ഇഫ് Q ഈസ് ത്രോൺ അറ്റ് an angle 15 ഡിഗ്രി, ഇയാളെ Q എന്നുള്ളതിനെ 15 ഡിഗ്രി ആംഗിളാണ് ത്രോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ P മസ്റ്റ് ബി ത്രോൺ അറ്റ് an angle. അങ്ങനെയാണെങ്കിൽ Pൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. U² sin 2θ/g. അപ്പോൾ രണ്ടാളുടെ കേസിലും ഈ റേഞ്ച് ഈക്വൽ ആയതുകൊണ്ട് രണ്ടാളുടെ കേസിലും റേഞ്ച് R1 = R2 അല്ലേ? രണ്ടാളുടെ കേസിലും റേഞ്ച് ഈക്വൽ ആണ്. റേഞ്ച് ഈക്വൽ ആയതുകൊണ്ട് ഫസ്റ്റത്തെ കേസിലുള്ള R റേഞ്ച് എന്ന് പറയുമ്പോൾ U² ദാറ്റ് ഈസ് V² sin² അല്ലേ? sin² 2θ. ആ തീറ്റ തന്നെ ആയിക്കോട്ടെ. തീറ്റ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. sin² 2θ/g ഈക്വൽ ടു ഇയാളുടെ കേസിൽ V/2 ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക? V/2 ഹോൾ സ്ക്വയർ. അടുത്തത് sin² ഇല്ല, സൈൻ ഉള്ളൂ കേട്ടോ. sin 2θ എന്ന് പറയുമ്പോൾ 2 × 15 അല്ലേ, /g. അപ്പോൾ നമ്മൾ എന്താണ്? ജി ക്യാൻസൽ ചെയ്യും, V² ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി എന്താണ്ടാവുക? ഈ സൈഡിൽ sin 2θ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ 1/4 അല്ലേ? V² ബൈ 2² എന്നാണ് 1/4 ഇൻറ്റു, ഓക്കെ, sin 2 × 15 sin 30
sin 30 എത്രയാണ്? again 1/2. that is sin 2 theta equal to 1/8. അപ്പോൾ sin 2 theta 1/8 ആണ്. അപ്പോൾ 2 theta എന്താണ്? sin inverse 1/8 അല്ലേ? ഓർ തീറ്റ എത്രയാണ്? ഹാഫ് sin inverse 1/8 അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി. ക്ലിയർ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. Question number 7. An object is thrown vertically with a velocity u. ഒരു ഒബ്ജക്റ്റ് മേലേക്ക് എറിഞ്ഞിട്ടുണ്ട് വെലോസിറ്റി u വെച്ചിട്ട്. The velocity with which it strikes the ground on its return. അതായത് വെർട്ടിക്കലി അപ്വേർഡ്സ് ത്രോ ചെയ്ത ആൾക്കാർ അത് റിട്ടേൺ ചെയ്ത് വരുമ്പോഴും അതേ വെലോസിറ്റി ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ മൈനസിനും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഏത് വെലോസിറ്റിയിലാണോ മേലേക്ക് പോയത് അതേ വെലോസിറ്റി ഓപ്പോസിറ്റ് ആയിട്ടാണ് തിരിച്ചു വരിക എന്നുള്ളതുകൊണ്ട് ഓപ്ഷൻ സി -u. -u എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, മേലേക്ക് ത്രോ ചെയ്ത ബോഡി താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനൊരു സിമെട്രി ലൈൻ ഉണ്ട്. ഇവിടെ എത്രയാണോ വെലോസിറ്റി മേലേക്ക് അത്ര തന്നെ വെലോസിറ്റി ഈ പോയിന്റിൽ താഴേക്ക് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 10 m/s ആണെങ്കിൽ ഇവിടെ -10 m/s ആയിരിക്കും. അപ്പോൾ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ ഗ്രൗണ്ട് ലെവലിൽ ഇവിടെ ഇപ്പോൾ u എന്നുള്ള വെലോസിറ്റിയിലാണ് എറിഞ്ഞത്, അതുകൊണ്ട് താഴത്തേക്ക് -u ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 8. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് എ വെക്റ്റർ ഇക്വേഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒരു വെക്റ്റർ ഇക്വേഷനാണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F = ma. അതൊരു വെക്റ്റർ ഇക്വേഷനാണ്, ശരിയാണ്. ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് അപ്ലിക്കബിൾ ടു എ പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒരു പാർട്ടിക്കിളിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് അപ്ലിക്കബിൾ അല്ല. സി എന്താണ്? ഫോഴ്സ് ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫോഴ്സ് എപ്പോഴും മോഷൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഇനി ഡി ഓപ്ഷൻ എന്താണ്? ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ബോഡീൻ്റെ മേലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ആക്സലറേഷൻ ഈസ് 0. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയി എന്ന് വിചാരിച്ചിട്ട് ആക്സലറേഷൻ എന്താവണമെന്നില്ല? 0 ആവണം എന്നില്ല. ഇനി ഈ ഓപ്ഷൻ എന്താണ്? ആക്സലറേഷൻ അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ പിന്നെ അതിൻ്റെ ഹിസ്റ്ററീനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത്? പഴയ ഹിസ്റ്ററീനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ് ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യം വരാത്തത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് എ വെക്റ്റർ ഇക്വേഷൻ. ഇതൊരു വെക്റ്റർ ഇക്വേഷനാണ്. അപ്പോൾ ഇത് എ തന്നെയാണ് ശരി. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കി നോക്കുക. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒരു പാർട്ടിക്കിളിന് മാത്രമല്ല സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ബി തെറ്റാണ്. ഇനി ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷനിലല്ല ഉണ്ടാവുക, ഡയറക്ഷൻ ഓഫ് ആക്സലറേഷനിൽ ഉണ്ടാവുക. ആക്സലറേഷൻ മോഷൻ്റെ ഡയറക്ഷനിലാവില്ല. പ്രൊജക്റ്റൈൽ മോഷൻ്റെ എക്സാമ്പിളാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴത്തേക്കാണ് ആക്സലറേഷൻ, മോഷൻ വേറെ ഡയറക്ഷനിലല്ലേ. അപ്പോൾ മൂന്നാമത്തതും തെറ്റാണ്. ഇനി നാലാമത്തെ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലറേഷൻ 0 ആണെന്ന് അർത്ഥം. F = ma ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലറേഷൻ 0 ആണെന്ന് അർത്ഥം. ഇവിടെ 0 ആവണം എന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ആക്സലറേഷൻ അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് ആക്സലറേഷൻ. അല്ല, അത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ത് കിട്ടി എന്നുള്ളത് അതിൻ്റെ ഹിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ആക്സലറേഷൻ അപ്പോഴുള്ള ഫോഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൻസർ എ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം നമുക്ക്. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് ഓൺ വെയിങ് മെഷീൻ ഇൻസൈഡ് എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിനകത്ത് വെയിങ് മെഷീൻമേൽ ഒരു ബോയ് നിൽക്കുന്നുണ്ട്. വെൻ ദ ലിഫ്റ്റ് ഗോസ് അപ്വേർഡ്സ് വിത്ത് ആക്സലറേഷൻ g/4 ദ മെഷീൻ ഷോസ് റീഡിങ്. നമുക്ക് അപ്വേർഡ്സ് g/4 ആയപ്പോൾ എന്താണ്? മെഷീൻ്റെ റീഡിങ് 50 kg വെയിറ്റ് ആണ്. അപ്പോൾ ഇത് mg ആണ് ശരിക്കും. അപ്പോൾ 50 kg വെയിറ്റ് എന്ന് പറഞ്ഞാൽ m × g+a g-a ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ 50 എന്നുള്ളത് എന്താണ്? m × g+a ആണ്. അപ്വേർഡ്സ് പോകുമ്പോൾ g+a അല്ലേ, ദാറ്റ് ഈസ് g+g/4. ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് m × g+g/4 നമ്മൾ എന്താ വിളിക്കാം? g+g/4 എന്ന് പറഞ്ഞാൽ 5g/4. ഇതാണ് 50. ഇനി 50 kg വെയിറ്റ് എന്നാണ്. പിന്നെ നമുക്ക് ശരിക്കും അപ്പോൾ 50 × g എന്നാണ് ശരിക്കും ഇവിടെ. ഇനി എന്താണ് അടുത്തത്? വെൻ ദ ലിഫ്റ്റ് ഗോസ് ഡൗൺവേർഡ്സ്. ഡൗൺവേർഡായിട്ട് ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ചെയ്യുകയാണ് എത്ര? വിത്ത് ആക്സലറേഷൻ g/4. അപ്പോൾ ഡൗൺവേർഡ് g/4 ആകുമ്പോൾ നമ്മുടെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം. ഡൗൺവേർഡ് g/4 ആകുമ്പോൾ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഡൗൺവേർഡ് g/4 ആകുമ്പോൾ എന്താ കിട്ടുക? m × w = m × g - g/4. g - g/4 മീൻസ് വാട്ട്? 3g/4. ഓക്കെ, നമുക്ക് ഈ ഇതിന്ന് g ക്യാൻസൽ ചെയ്താലേ m-ന് പകരം 4 നോക്കാം. m-ന് പകരം 4 × 50/5 എന്നല്ലേ കിട്ടുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 40 എന്നല്ലേ നമുക്ക് m-ന് കൊടുക്കാൻ പറ്റുക? അതിവിടെ കൊടുത്തു നോക്കാം. m-ന് 40 എന്ന് കൊടുക്കുക,
ഇൻറ്റു 3g/4. 4 ക്യാൻസൽ ചെയ്താൽ 30g എന്നല്ല കിട്ടുക. ദാറ്റ് ഈസ് 30 കിലോഗ്രാം വെയിറ്റ്. ക്ലിയർ ആയിട്ടോ? 30 കിലോഗ്രാം വെയിറ്റ് ആണ് അതിൻ്റെ വെയിറ്റ് വരിക. ബി ഓപ്ഷനാണ് ശരി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 10. A ship of mass 2 × 10⁻⁷ kg initially at rest is pulled by a force of 5 × 10⁵ Newton through a distance of 2 meters. അതായത് ഒരു ഷിപ്പ് ഉണ്ട്, ആ ഷിപ്പിൻ്റെ മാസ് 2 × 10⁻⁷ kg ആണ്. അതിനെ പുൾ ചെയ്തൊരു ഫോഴ്സ് കൊണ്ട്, എത്രയാണ് ഫോഴ്സ്? 5 × 10⁵ Newton ഫോഴ്സ് കൊണ്ട് പുൾ ചെയ്തു. അതിന് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? 2 meter ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അസ്യൂമിങ് ദാറ്റ് ദ റെസിസ്റ്റൻസ് ഡ്യൂ ടു വാട്ടർ ഈസ് നെഗ്ലിജിബിൾ. വാട്ടർ കാരണം ഫ്രിക്ഷൻ ഇല്ല ആണെങ്കിൽ സ്പീഡ് ഓഫ് ദ ഷിപ്പ് എത്രയാണ്? അതായത് ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ ഈ പൊസിഷനിൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ v² = u² + 2as എന്നുള്ള ഇക്വേഷനാണ് നല്ലത്, കാരണം ഡിസ്റ്റൻസ് തന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ആക്സലറേഷനും അറിയില്ല. ഇനീഷ്യലി ആയിട്ട് റെസ്റ്റ് ആയതുകൊണ്ട് u0 ആണ്. ഇനി വാട്ട് ഇസ് ആക്സലറേഷൻ? ഫോഴ്സ് ബൈ മാസ്. അതിനാണ് ഫോഴ്സും മാസും തന്നിട്ടുള്ളത്. ഫോഴ്സ് എത്ര? 5 × 10⁵ ബൈ മാസ് എത്ര? 2 × 10⁻⁷. 5/2 എന്ന് പറഞ്ഞാൽ 2.5 × 10⁻². ക്ലിയർ? അപ്പോൾ ഇതാണ് ആക്സലറേഷൻ. ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ v² = 2as എന്നേ വരുള്ളൂ. ദാറ്റ് ഈസ് 2 × വാട്ട് ഈസ് a? 2.5 × 10⁻² ഇൻറ്റു ഡിസ്റ്റൻസ് ഇസ് 2 meter. ഓക്കെ. അപ്പോൾ ഇതിനെ 4 × 2.5 × 10⁻². ഇങ്ങനെയാണ് വരിക v². അപ്പോൾ v എത്രയാണ് വരിക? ഇതിൻ്റെ റൂട്ടാണ് വരിക. അപ്പോൾ 4 × 2.5 മീൻസ് വാട്ട്? 10 × 10⁻². അപ്പോൾ ഇതിൻ്റെ വിൻ്റെ റൂട്ട് എങ്ങനെയാണ് വരിക? വി റൂട്ട് എന്ന് പറഞ്ഞാൽ √10 × 10⁻⁻1. √10 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇതിപ്പോൾ ഇതിൻ്റെ കേസിൽ 5 × 10⁵ ഇത് 2 × 10⁷ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് 2 meter ആണ് അല്ലേ? ഡിസ്റ്റൻസ് 2 meter ആണ്. അപ്പോൾ v² = 2as തന്നെയാണ് നമ്മൾ കൊടുക്കുക. റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതിൽ 2 × 2.5 × 10⁻² അല്ലേ? 10⁻⁻7 10⁻² ഇൻറ്റു ഡിസ്റ്റൻസ് 2 meter. അത്ര തന്നെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് ദ ഷിപ്പ് എത്രയാണെന്നല്ല ചോദിച്ചത്. അപ്പോൾ 4 × 2.5 10 ആണ് ഇൻറ്റു 10⁻². √10 × 10⁻1 ആണ് ഇതിൻ്റെ സ്പീഡ് വരിക. √10 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3.16 എന്നാണ് വരിക ഇൻറ്റു 10⁻1. ദാറ്റ് ഈസ് 0.3ൻ്റെ അടുത്താണ് ഇതിന് ആൻസർ വരിക. 0.3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്, 0.1 ആണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. Question number 11. A force of 2I + 3j Newton. ഒരു ഫോഴ്സ് ഉണ്ട് F = 2I + 3j Newton എന്നുള്ള ഫോഴ്സാണുള്ളത്. അതിന് ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 1 kg. ബോഡീൻ്റെ മാസ് എത്രയാണ്? 1 kg ആണ്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി എത്രയാണ്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് 1 kg ആണ്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ആക്സലറേഷൻ ഡയറക്റ്റ് എങ്ങനെ കിട്ടുക? ഫോഴ്സ് ബൈ മാസ്. അതായത് 1 കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 2I + 3j m/s². അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ബി. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ വർക്ക് എനർജി തിയറത്തിന് ഡസ് നോട്ട് ഹോൾഡ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും ഹോൾഡ് ചെയ്യും എന്നാണ് ആൻസർ. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോനെ ഡിപ്പെൻഡ് ചെയ്യൂല എന്നാണ് ആൻസർ. നമുക്ക് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നാണ് നോക്കേണ്ടത്. മേ ബി വ്യൂഡ് ആസ് എ സ്കാലാർ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോൻ്റെ സ്കാലാർ ഫോമായിട്ട് അതിനെ കാണാൻ പറ്റും. കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ടു നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ്. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. നോക്കുക, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വർക്ക് എനർജി തിയറൊക്കെ ന്യൂട്ടൺസ് തേർഡ് ലോ ആയിട്ട് നല്ല ഡിപ്പെൻഡൻ്റ് ആണ്. വർക്ക് എനർജി തിയറം ന്യൂട്ടൺസ് തേർഡ് ലോൻ്റെ ഒരു സ്കാലാർ ഫോം തന്നെയാണ് ശരിക്കും. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ്? F = ma എന്നാണ് അല്ലേ? വർക്ക് എനർജി തിയറം എന്താണ്? ഇവിടുത്തെ ഇതേ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വർക്ക് എനർജി തിയറം. നമുക്ക് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ എന്നറിയാം. ഓക്കെ, അത് m × a. ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് s എന്ന് കൊടുക്കുകയാണ്. a.s എന്നാക്കുക. ഞാനിതൊരു അനാലിസിസ് തരികയാണ്. a.s. ഓക്കെ, a.s എന്ന് പറഞ്ഞാൽ 2a.s v² ഡിപ്പെൻഡ്. അപ്പോൾ m/2 × 2a.s. 2a.s എന്ന് പറഞ്ഞാൽ എന്താണ്? v² - u² ആണ്. v² - u² = 2as അല്ലേ? അപ്പോൾ അതായത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്നാണ് ഇത് വർക്ക് ഡൺ. കൈനറ്റിക് എനർജി ചേഞ്ച് ആണ്. അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്നാണ് ശരിക്ക് അതിൻ്റെ ഒരു സ്കാലാർ ഫോമാണ് ശരിക്കും എന്ത്? വർക്ക് എനർജി തിയറം. അപ്പോൾ അതാണ് ഇവിടെ മേ ബി വ്യൂഡ് ആസ് എ സ്കാലാർ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. അതുകൊണ്ട് ആൻസർ ഇവിടെ ട്രൂ ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, സി. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 13. എ റണ്ണിംഗ് ബോയ് ഹാസ് എ സെയിം കൈനറ്റിക് എനർജി ആസ് ദാറ്റ് ഓഫ് മാൻ ഓഫ് ട്വൈസ് ഹിസ് മാസ്. അതായത് ഒരു റണ്ണിംഗ് ബോയിൻ്റെ കൈനറ്റിക് എനർജി ഓഫ് ബോയ്
is same as that of kinetic energy of man. Running boyക്ക് സെയിം kinetic energy ഉണ്ട് മാൻ്റെ അത്രയും. പിന്നെ പക്ഷേ has man of twice his mass. അപ്പോൾ mass of man is twice the mass of boy. ഇതും നമുക്കറിയാം, ഇതും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. If the speed of boy is 14.14, ബോയിൻ്റെ സ്പീഡ് 14.14 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് മാൻ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് എം ബി വി ബി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം എം വി എം സ്ക്വയർ. ഇതല്ലേ രണ്ട് കൈനറ്റിക് എനർജി സെയിം ആയാൽ കൊടുക്കുക. ഇനി ഹാഫ് വാട്ട് ഈസ് മാസ് ഓഫ് ബോയ്? നമുക്ക് മാസ് ഓഫ് ബോയ്ക്ക് mm/2 എന്ന് കൊടുക്കാം. ഇൻറ്റു വി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14.14 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് വാട്ട് ഈസ് എം എം എന്ന് പറഞ്ഞാൽ 2 MB ആണ്. സോറി mm തന്നെ കൊടുത്താൽ മതി, കാരണം അപ്പുറത്ത് ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു വി എം സ്ക്വയർ. ഹാഫ് ആദ്യം ഞാൻ ക്യാൻസൽ ചെയ്തു, mm ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ടേംസ് നോക്കി നോക്കുക. 14.14 ഹോൾ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു വി എം സ്ക്വയർ അല്ലേ. ഇനി രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുക. 14.14 ബൈ √2 ഈക്വൽ ടു വി എം. √2 എന്ന് പറഞ്ഞാൽ എന്താ? 1.414 അല്ലേ. 1.414 ബൈ അപ്പോൾ ഇത് നോക്കാം, ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 10 അല്ലേ കിട്ടുക. സോ വി എം ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. A boy of mass 2 kg is moving with a momentum 10 kg/s. The force needed to increase its kinetic energy by 4 times in 10 seconds. എന്താണ് ചോദ്യം? ഒരു ബോയിൻ്റെ മാസ് ഉണ്ട് 2 kg ആണ്. ഓക്കെ, മൂവിങ് വിത്ത് മൊമെൻറ്റം എത്രയാണ്? 10 kg/s ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നീഡഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ബൈ 4 times in 10 seconds. ടൈം 10 seconds ആണ്. കൈനറ്റിക് എനർജി 4 times ആയിരുന്നു. കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു കൈനറ്റിക് എനർജി 4 times കൈനറ്റിക് എനർജി ഇനീഷ്യൽ. അതായത് കൈനറ്റിക് എനർജി 4 times ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ഏറ്റവും നല്ലത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m എന്നാണ് അല്ലേ. സോ pf²/2m ഈക്വൽ ടു 4 times pi²/2m. രണ്ടാളെ മാസ് സെയിം ആണല്ലോ, രണ്ട് സമയത്തുള്ള മാസ് സെയിം ആണ്. അപ്പോൾ 2m ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി രണ്ട് സൈഡിൽ റൂട്ട് എടുത്താൽ ഫൈനൽ മൊമെൻറ്റം ഈക്വൽ ടു 2 times ഇനീഷ്യൽ മൊമെൻറ്റം. വാട്ട് ഈസ് ഇനീഷ്യൽ മൊമെൻറ്റം? 10 ആണ്. സോ ഫൈനൽ മൊമെൻറ്റം ഇപ്പോൾ എത്രയായി? 20 kg/s. ഇരട്ടിയാവും. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ. ΔP/ΔT. ചേഞ്ച് ഇൻ മൊമെൻറ്റം എത്ര വരിക? 20 - 10 ബൈ ടൈം എത്രയാണ്? 10 seconds. എത്ര 10 seconds കൊണ്ടല്ലേ. സോ 20 - 10 എന്ന് പറഞ്ഞാൽ 10, 10/10 എന്ന് പറഞ്ഞാൽ 1. സോ 1 Newton ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 15. എ ഫോഴ്സ് F ഈക്വൽ ടു I - 2j - 4k acting on a particle displaces it from 1,1,1 to 2,-1,0. Then work done by the forces. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. ഫോഴ്സിൻ്റെ വെക്ടർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? x2 - x1 i cap അല്ലേ, പ്ലസ് y2 - y1 j cap plus 0 - 1 അല്ലേ, z2 - z1 k cap. That's equal to 2 - 1 I minus 2j minus k. അപ്പോൾ നമുക്കിനി വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? I.I 1 -2 -2 plus 4 -4 -1 plus 4. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 9 joules. അപ്പോൾ ഈ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. എ ഡിസ്ക് ഈസ് സ്പിന്നിങ് അറ്റ് ദ റേറ്റ് ഓഫ് 27.5 radian/second. അപ്പോൾ ഇതിൻ്റെ ഒമേഗ ഐ ഞാൻ ഇനീഷ്യൽ ആണ് 27.5 radian/second തന്നിട്ടുള്ളത്. ഈസ് സ്ലോഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10 radian/second². അത് സ്ലോ ചെയ്യുന്ന റേറ്റ് 10 radian/second² ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൽഫ -10 radian/second² അല്ലേ. ദ ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. എത്ര ടൈം കഴിഞ്ഞാലാണ് അത് റെസ്റ്റിലേക്ക് വരിക? മീൻസ് ഒമേഗ ഫൈനൽ എന്താണ്? 0. അപ്പോൾ V = U + AT പോലെ ഒമേഗ F ഈക്വൽ ടു ഒമേഗ I പ്ലസ് ആൽഫ T യൂസ് ചെയ്യാലോ. സോ ഒമേഗ I എന്താണ്? 27.5
omega f0 plus alpha minus 10 into t. അപ്പോൾ 10t equal to 27.5, t equal to 27.5 by 10 equal to 2.75 seconds. Option A. Okay. Next question, question number 17. 4 particles of masses 1 kilogram, 2 kilogram and 1 kilogram and m4 are placed at 4 corners of a square. നമുക്ക് 4 കോർണേഴ്സിൽ, ഒരു സ്ക്വയറിന് 4 കോർണേഴ്സിലായിട്ട് ആദ്യം 1 കിലോഗ്രാം, പിന്നെ 2 കിലോഗ്രാം, പിന്നെ 1 കിലോഗ്രാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് കോർണറിൽ, എക്സാക്ട്ലി ഫോർത്ത് കോർണറിൽ ഏത് മാസ് വെച്ചാലാണ് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കിട്ടുക എന്നാണ് ചോദ്യം. നമുക്ക് സിമെട്രി പ്രകാരം ഈ വണ്ണിൻ്റെ കൂടെ സെൻറ്ററിൽ ഇത് ഇവിടെ, അപ്പോൾ 2ഉം 2ഉം തന്നെ ആയാലല്ലേ കറക്റ്റ് സെൻറ്റർ ഇവിടെ തന്നെ വരിക. അങ്ങനെ 2 കിലോഗ്രാം നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതിനെ ഒറിജിനായിട്ട് ഫിക്സ് ചെയ്താൽ ഇത് 0 0ലാണ്, ഇത് 1, ഇത് ഞാൻ ഒരു സൈഡിനെ 2 എന്ന് എടുക്കുകയാണ് സോ ദാറ്റ് മിഡ് പോയിന്റ് വരാൻ വേണ്ടി. അപ്പോൾ ഇത് 2 0, ഇത് 2 2, ഇത് 0 2 അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് വരേണ്ടത് 1 1ലാണ്, കാരണം എന്നാലല്ലേ സെൻറ്ററിൽ വരുള്ളൂ. അപ്പോൾ വൈ കോർഡിനേറ്റ് മാത്രം, ഞാൻ എക്സ് കോർഡിനേറ്റ് മാത്രം എടുക്കുകയാണ്. എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 2 into 0 0 plus 1 into 2 2 plus 2 into 2 4 plus 1 into 0 0 whole divided by total mass. Total mass m plus 1 plus 2 plus 1. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 1 3 4. So m plus 4. Okay. So m plus 4 equal to 6 or m equal to 2. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സിമെട്രി യൂസ് ചെയ്തിട്ട് ചെയ്യാം. Question number 18. Question number 18. A solid sphere of radius r is revolving about one of its diameters with an angular velocity omega. If it suddenly expands uniformly so that its radius increases to n times. അതായത് ഒരു സോളിഡ് സ്ഫിയറിൻ്റെ റേഡിയസ് r ഉണ്ടായിരുന്നു, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് nr ടൈംസ് ആയി, nr റേഡിയസ് ആയി, n ടൈംസ് ഒറിജിനൽ വാല്യൂ റേഡിയസിൻ്റെ. ഇഫ് ഇറ്റ് സഡൻലി സോ ദാറ്റ് റേഡിയസ് ഇൻക്രീസസ് ടു n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ, ദെൻ ആംഗുലർ വെലോസിറ്റി, ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്, ഇതിൻ്റെ ഒമേഗ ഡാഷ് ആണ്, എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ പ്രിൻസിപ്പിൾ I1 ω1 ഈക്വൽ ടു I2 ω2 യൂസ് ചെയ്യാം. ഫസ്റ്റത്തെ കേസിൽ I എന്താണ് 2/5 mr², ω1 ω ഈക്വൽ ടു. രണ്ടാമത്തെ കേസിൽ I2 എന്ന് പറഞ്ഞത് 2/5 mr'² ഇൻറ്റു ω2 എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. 2/5 m 2/5 m ക്യാൻസൽ ചെയ്തു. സോ r² ω ഈക്വൽ ടു nr² ω2. ഓർ ഞാൻ r² ω ഈക്വൽ ടു n² r² ω2. r² ക്യാൻസൽ ചെയ്താൽ ω2 ഈക്വൽ ടു ω ഡിവൈഡഡ് ബൈ n². ഓപ്ഷൻ ബി. ഓക്കെ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 19. If a ring rolls from top to bottom on an inclined plane, it takes time t1. If it slides, it takes time t2. Then the ratio t2² by t1². അതായത് t1 എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ആൻഡ് t2 എന്ന് പറഞ്ഞത് സ്ലൈഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റോളിംഗ് സ്ലൈഡിങ്ങിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടും ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് തീറ്റ. അപ്പോൾ റോളിങ്ങിൻ്റെ സമയത്ത് ആക്സലറേഷൻ g sin theta by rolling, g sin theta by 1 plus k² by r². ഇവിടുത്തെ കേസിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത പോലെയാണ്, ഇറ്റ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത പോലെയാണ്. സോ എ സ്ലൈഡിങ് വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ g sin theta. അപ്പോൾ നമുക്ക് ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ടൈമിങ് റോളിങ്ങിൻ്റെ ടൈമാണ്. എപ്പോഴും ടൈം എന്ന് പറഞ്ഞാൽ √2s ബൈ ആ ആക്സലറേഷൻ, √2s/a ആണ് ടൈം. അറിയില്ലെങ്കിൽ s = ut + ½ at² ആണല്ലോ. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ s = ½ at². അപ്പോൾ t² ഈക്വൽ ടു എന്താ വരിക 2s/a ഓർ t ഈക്വൽ ടു √2s/a. അപ്പോൾ ഈ √2s/a ഇയാളുടെ കേസിൽ ഇത് റോളിംഗ് ആണ്. സോ t1 എന്നുള്ളത് റോളിംഗ് ആണ്. സോ g sin theta by 1 plus k² by r² മേലെ വരില്ല ന്യൂമറേറ്ററിൽ. ഇനി സിമിലർലി t2 എന്ന് പറഞ്ഞാലോ √2s/g sin theta അല്ലേ. അപ്പോൾ ഞാൻ t1 t2 കിട്ടി. ഇനി ചോദിച്ചത് t2² by t അല്ലേ, t2² by t1². നമുക്ക് രണ്ടും സ്ക്വയർ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ രണ്ടും ഞാൻ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ടൊക്കെ പോവും, 2s ക്യാൻസൽ ചെയ്യും, g sin theta ക്യാൻസൽ ചെയ്യും. നോക്കുക 1 അല്ലേ, ഇത് ബൈ ഇതാണ്. സോ 1/1 plus k² by r² എന്നാണ് വരും. ഇനി ബോഡി ഏതാണോ അതിനനുസരിച്ച് k² by r² വാല്യൂ മാറും.
റിംഗ് ആണ്. റിങ്ങിൻ്റെ കേസിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. കാരണം റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. സോ അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ r ആണ്. സോ 1/1 + 1 = 1/2. ആൻസർ ഓപ്ഷൻ ഡി. Question number 20. If the distance between sun and earth is d, then angular momentum of earth around the sun. അപ്പോൾ ഇവിടുത്തെ പ്ലാനറ്ററി മോഷൻ പോലെയാണ്, സണ്ണിൻ്റെ ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യണ പോലെയാണ്. നമുക്ക് സാറ്റലൈറ്റ്സ് പോലെ തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എർത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്? √GM ബൈ, ഇവിടുത്തെ കേസിൽ ഇതാണ് ഡി, അപ്പോൾ √GM/d. ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? MVR ആണ് അല്ലേ? സോ ഇവിടുത്തെ കേസിൽ ആർ ഡി ആണ്. സോ m × √GM/d. ഇത് മാസ്, ഇത് എർത്തിൻ്റെ മാസ്, ഇത് സണ്ണിൻ്റെ മാസാണ്. GM/d × d. അപ്പോൾ ഈ ആൾക്കാരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഒരു √d ഒരു ഡിയും ക്യാൻസൽ ചെയ്ത് ഒരു √d അല്ലേ മേലെ ഉണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ m × √GM × d √d എന്നാണ് വരിക. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √d. ആംഗുലാർ മൊമെൻ്റം എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ചോദിച്ചത്? ഓപ്ഷൻ കെ. ഓക്കെ. Question number 21. Question number 21. Two identical objects each of mass 50 kg are kept at a distance of separation 50 cm apart. രണ്ട് ആൾക്കാരുണ്ട്, ഐഡൻറ്റിക്കൽ ഒബ്ജക്ട്സ് ആണ്. രണ്ടാളും 50 kg ആണ്. 50 kg. രണ്ടാളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 50 cm. The net gravitational force at the midpoint of the line joining their centers is. നമുക്ക് ഇവരുടെ രണ്ടാളുടെയും മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണ മിഡ് പോയിന്റിൽ ഉള്ള നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? നമുക്ക് 2 ഐഡൻറ്റിക്കൽ ഒബ്ജക്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഈച്ച് ഓഫ് മാസ് 50 kg ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 50 cm അപ്പാർട്ട് ഓൺ എ ടേബിൾ. ദ നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദെയർ സെൻറ്റേഴ്സ്. നമുക്ക് ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതായത് ആരുടെ ഏതെങ്കിലും ഒരു ബോഡി ഇവിടെ വെച്ചാൽ, ഒരു 1 kg ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വെച്ചു. ആ 1 kg ഒബ്ജക്റ്റിനെ മിഡ് പോയിന്റിൽ വെച്ചാൽ ഇങ്ങോട്ട് ഇയാൾ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും ഇങ്ങോട്ട് ഇയാൾ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആവും. ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എത്ര വരിക? 0 ആണ് വരിക. സോ 21 ആൻസർ എ. ഓക്കെ. Question number 22. The ratio of the weight of the body at a height r/10 from the surface of earth to that of depth of r/10 is. അപ്പോൾ ചോദ്യം r/10 എന്നുള്ള ഡെപ്തിലും r/10 എന്നുള്ള ഹൈറ്റിലുള്ള പിന്നെ ജീൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ. അപ്പോൾ വെയ്റ്റ് അറ്റ് എ ഹൈറ്റ് എച്ച് എത്രയാണ്? r/10. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? m × GH എങ്ങനെ നമ്മൾ എഴുതുക? GS ഡിവൈഡഡ് ബൈ 1 + 2h/r ഹോൾ സ്ക്വയർ. നമ്മൾ സർഫസിലെ ഹൈറ്റ് വെച്ചിട്ട് ജീൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ GM/r+h ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ ഒരു ഹൈറ്റിലുള്ള ജി എഴുതുക. ഇതിന് അപ്രോക്സിമേറ്റ്ലി g × 1 - 2h/r എന്ന് എഴുതാം. പക്ഷേ ഇത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം റേഡിയസ് ഓഫ് എർത്ത് ആയിട്ട് കമ്പയറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ GM/r² പുറത്തേക്ക് എടുത്താൽ 1 + h/r ദ ഹോൾ സ്ക്വയർ വരും. GM/r² ആണ് g, സർഫസിലെ g. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുക. ഇനി വെയിറ്റ് അറ്റ് ഡെപ്ത് d ആണെങ്കിൽ ആ ഡെപ്ത് d r/10 തന്നെയാണ് തന്നിട്ടുണ്ട്. അത് g × 1 - d/r ആണ്. ലീനിയർ ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ ആ രണ്ടും r/10 ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് അറ്റ് നമ്മളോട് ചോദിച്ചത് രണ്ടിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ വെയിറ്റ് അറ്റ് ഹൈറ്റ് ബൈ വെയിറ്റ് അറ്റ് ഡെപ്ത് ഈക്വൽ ടു, രണ്ടിലും m ഉണ്ട്, m ക്യാൻസൽ ചെയ്യാം. രണ്ടിലും GS ഉണ്ട്, GSും ക്യാൻസൽ ചെയ്യാം. വെയിറ്റ് അറ്റ് ഹൈറ്റിലും ഇയാൾ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ, നോക്കുക ഇയാൾ ഡിനോമിനേറ്ററിലാണ് 1 + h/r ഹോൾ സ്ക്വയർ. ഇനി ഇയാൾ ഇതിൻ്റെ ന്യൂമറേറ്ററിലാണ്, അപ്പോൾ ഇയാളുടെ ഡിനോമിനേറ്ററിൽ വരും 1 - d/r. നോക്കുക r/10 എന്ന് കൊടുത്താൽ 1 + 1/10 അല്ലെങ്കിൽ ആറും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 + r/10/r ഹോൾ സ്ക്വയർ × 1 - r/10/r. ബാലൻസ് ഇവിടെ ചെയ്യാണ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 r ക്യാൻസൽ ചെയ്താൽ 1/10, 1 + 1/10 11/10 ഹോൾ സ്ക്വയർ അല്ലേ. r + r/10 r ക്യാൻസൽ ചെയ്താൽ 1 + 1/10 എന്ന് പറഞ്ഞാൽ 11/10 ഹോൾ സ്ക്വയർ × 1 - 1/10 അല്ലേ. 1 - 1/10 എന്ന് വരിക, ദാറ്റ് ഈസ് 9/10. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു 1/11² എന്ന് പറഞ്ഞാൽ 121 × 100 × 9/10. ഇത് 1000 ഡിവൈഡഡ് ബൈ 121 × 9. വാട്ട് ഈസ് 121 × 9? 1089. സോ 1000 ഡിവൈഡഡ് ബൈ 1089. അപ്പോൾ ഇതിൽ ഏറ്റവും
അടുത്തുള്ളത് 1000/1089 ഏറ്റവും അടുത്തുള്ള ആൻസർ 1:1 ആണ്. അല്ലെങ്കിൽ 9:8 നോക്കുക, ഇത് മേലുള്ളതാണ് കൂടുതൽ അല്ലേ. അപ്പോൾ 8:9 ആണ് ഇതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഇതിനെ പിന്നെ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇതിനെ 8:9 ആയിട്ടാണ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ലാസ്റ്റ് ആൻസർ 1000/1089 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 8/9 അടുത്താണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22 നമ്മൾ അപ്രോക്സിമേറ്റ് വെച്ച് ചെയ്താൽ r/10 എന്നുള്ളത് ചെറുതാണെന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. വർക്ക് ഡൺ വെയിറ്റ് അറ്റ് ഹൈറ്റ് h = m × gs × 1 - 2h/r എന്ന് എടുക്കാം. ഇത് അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ആൻസർ ഇതിൽ വരുന്നുണ്ടോ നോക്കാമല്ലോ. 1 - 2r/10/r ക്യാൻസൽ ചെയ്താൽ m gs × 1 - 2/10 ദാറ്റ് ഈസ് 8/10 അവിടെ നോട്ടെ. ഇനി വെയിറ്റ് അറ്റ് ഡെപ്ത് ഡിയിൽ ഒരു വ്യത്യാസമില്ല. ദാറ്റ് ഈസ് m × gs × 1 - d/r. d/r എന്ന് പറഞ്ഞാൽ r/10/r. ദാറ്റ് ഈസ് 1 - 1/10 മീൻസ് 9/10. നമുക്ക് ഇപ്പോൾ ഇത് എക്സാക്ട്ലി ആ റേഷ്യോ തന്നെ കിട്ടും. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, ഈ ഒരു r/10 വരെയൊക്കെ ഹൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും. പക്ഷേ നമുക്ക് അപ്രോക്സിമേറ്റ് ആൻസർ മതി എന്നുള്ളതുകൊണ്ട് 8/9 തന്നെ ഡയറക്റ്റായിട്ട് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 23. 3 തിൻ വയേഴ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ലെങ്ത് സെയിം ആണ്. L1 = L2 = L3 are suspended from a top of a roof. ഒരു റൂഫിൻ്റെ ടോപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 = A2 = A3 = 1:2:4. The young moduli are in the ratio Y1 = Y2 = Y3 = 4:2:1. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദർ വെയ്റ്റ്സ് ടു ബി അറ്റാച്ച്ഡ് നമ്മളോട് ചോദിച്ചത് W1 = W2 = W3 എത്രയാണെന്നാണ്. To obtain same elongation എന്ന് പറഞ്ഞാൽ Δ1 = Δ2 = Δ3 സെയിം ആണ്. ദാറ്റ്സ് 1. ഇവിടുത്തെ കേസിൽ L1 = L2 = L3 1 ആണ്. അപ്പോൾ നമുക്കറിയാം y = FL/A∆L ആണ്. ഇവിടുത്തെ F ആണ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട വെയിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം വെയിറ്റ് =YA∆L/L എന്നല്ലേ. ഓർ നമുക്ക് ഇനി തന്നെ റേഷ്യോ ആയിട്ട് എഴുതി കൂടെ W1 = W2 അല്ലേ. W1 = W2 = W3 = ന്യൂമറേറ്ററിലുള്ളതൊക്കെ അതേ റേഷ്യോ, ഡിനോമിനേറ്ററിലുള്ളതൊക്കെ റിവേഴ്സ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? Y1 അല്ലേ, Y1 A1 is2, കാരണം ബാക്കിയെല്ലാം സെയിം ആണ് Δ. അപ്പോൾ Y2 A2 Y3 A3 അല്ലേ. ഇനി Y1 എന്താണ്? Y1 4 × 1 2 × 2 4 × 1. That is 4:4:4. That's equal to cancel ചെയ്താൽ 1:1:1. ഏതാണ് ഓപ്ഷൻ വരിക? A. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ടർ ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 2 cm. അപ്പോൾ ഡയമീറ്റർ 2 cm ആണ്. ഞാൻ അതിനെ ഏരിയക്കാർക്ക് കണ്ടുപിടിക്കാവുന്നുണ്ട്. റേഡിയസ് 1 cm ആണ്. ദാറ്റ് ഈസ് 1 × 10⁻²m. ഇനി എന്താണ്? ഹാസ് എ സ്പീഡ് ഓഫ് 3 cm/s. ഒക്കെ സെൻറ്റിമീറ്ററിലാണ്. സ്പീഡ് എത്രയാണ്? 3 cm/s ആണ്. അതിന് 3 × 10⁻²m/s ആണ്. ഹാസ് എ നോസിൽ ഓഫ് ഡയമീറ്റർ. ഒക്കെ വാട്ടർ ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 2 cm അറ്റ് എ സ്പീഡ് 3. ഇതിന് ഒരു നോസിലുണ്ട്. ആ നോസിലിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 0.5 cm ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്പീഡ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതൊക്കെ സെൻറ്റിമീറ്ററിൽ മതി, കാരണം ഇവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? A1 V1 = A2 V2. ഏരിയ എന്നുള്ളത് എന്താണ്? പൈ, ഞാൻ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് കൊണ്ട് πd1²/4 അല്ലേ, πd/2 2 πr². r എന്ന് പറഞ്ഞാൽ d/2 d/2 2 ഇൻറ്റു V1 = πd2/2 2 മീൻസ് d2²/4 ഇൻറ്റു V2. π/4 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്താൽ d1² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2² ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ 3 = d2² എന്ന് പറഞ്ഞാൽ 0.5² ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ V. അപ്പോൾ ആ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ V = 2² 4 × 3 ഇതിനെ 1/2 2 ചെയ്താലോ 0.5². സോ 4 × 3 12 × 4 ദാറ്റ് ഈസ് 48 cm/s. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25. ക്വസ്റ്റ്യൻ നമ്പർ 25 പറഞ്ഞത്
ഡെൻസിറ്റി ഓഫ് കെറോസിൻ എത്രയാണ്? റോ ഈക്വൽ ടു 800 kg/m³ ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? 800 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് മക്കളെ? 1000. ദാറ്റ് ഈസ് 0.8 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. യൂണിറ്റ് ഉണ്ടാവില്ല. 0.8 ആണ് ആൻസർ. ഡോഗ്. ഇനി 26 നോക്കാം. എ സോളിഡ് സ്ഫിയർ ഓഫ് വോളിയം V എക്സ്പീരിയൻസസ് എ വിസ്കസ് ഫോഴ്സ് F when descending with a speed v in liquid. അപ്പോൾ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. സ്റ്റോക്സ് തിയറം, ദാറ്റ് ഈസ് 6π eta RV. അപ്പോൾ നോക്കി, ഈ 6π eta എന്നുള്ളത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി അതായത് സോളിഡ് സ്ഫിയർ ഓഫ് വോളിയം V എക്സ്പീരിയൻസസ് വിസ്കസ് ഫോഴ്സ് when descending with a speed v. If another solid sphere of volume 27V descends with the same speed v in the same liquid ആയതുകൊണ്ട് വിസ്കോസിറ്റി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിസ്കസ് ഫോഴ്സ് എത്രയാണ്? അപ്പോൾ നമുക്കറിയേണ്ടത് ഇവിടുത്തെ കേസിൽ വിസ്കസ് ഫോഴ്സ് അപ്പോൾ എഫ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ വി ആണ്. ഓർ എഫ് ഇസ് ഈക്വൽ ടു 6π eta ഇൻറ്റു നോക്കുക വോളിയം വി ആണ്. അപ്പോൾ ഞാൻ ആർ ഇൻ വി തന്നെയാണ് എഴുതുന്നത്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 നിർത്തും. ഇനി പുതിയ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 6π eta സെയിം ആണ്. ആർ ഡാഷും വി ഡാഷും വേറെ പറയണം. പക്ഷേ സെയിം സ്പീഡ് വി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വി സെയിം ആണ്. ഇനി നമ്മളോട് ആർ ഡാഷ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആർ ഡാഷ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വോളിയം പഴയ വോളിയം വി ആണ്, ഇപ്പോഴത്തെ വോളിയം 27V ആണ്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു നമ്മൾ 4/3 πr³ എന്ന് എടുത്താൽ 27V എത്രയായിരിക്കും? 4/3 π ഇൻറ്റു 27r³ അല്ലേ? 27. ഇത് ഒരു പുതിയ സ്ഫിയർ ആണ്. അതിൻ്റെ എടുത്താൽ 4/3 π വലിയ r³ എന്ന് എടുക്കാമല്ലോ. 4/3 π ഒക്കെ ക്യാൻസൽ ചെയ്താൽ 27r³ ഈക്വൽ ടു ക്യാപിറ്റൽ R³ ഓർ R ഈക്വൽ ടു ക്യൂബ് റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും 3r അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 3r ആണ്. മീൻസ് പുതിയ റേഡിയസ് 3r ആണെന്ന് അർത്ഥം. അതായത് ഈ ക്യാപിറ്റൽ ആർ നിങ്ങൾ ആർ ഡാഷ് കാണാം. അപ്പോൾ 3r ആണ്. സോ എഫ് ഡാഷ് ഈക്വൽ ടു 6π eta 3rv. അതായത് 6π eta RV ആരാ? എഫ് ആണ്. സോ ഇത് 3f. ക്ലിയർ? അപ്പോൾ ആൻസർ ഇ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 27. 2 taps supply water to a container, one at temperature 20 degrees Celsius and at the rate of 2 kg/min. അത് ആദ്യത്തത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്, അത് 2 kg/min. അടുത്തത് 80 ഡിഗ്രി സെൽഷ്യസിലാണ്, അത് 1 kg/min വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ 10 മിനിറ്റ്സ് തുറന്നു വെച്ചു. ദെൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എത്ര മാസ് ഉണ്ട് രണ്ടും എന്നറിയണം. 10 മിനിറ്റ്സിൽ ഇത് തുറന്നു വെച്ചാൽ ഇയാളുടെ മാസ് എത്ര ആയിരിക്കും? 2 × 10. കാരണം ഓരോ മിനിറ്റിലും 2 കിലോഗ്രാമാണ്. ദാറ്റ് ഈസ് ഇയാൾ 20 കിലോഗ്രാമാണ്. ഇയാൾ 10 മിനിറ്റ്സിൽ എത്ര വരും? 1 × 10. ദാറ്റ് ഈസ് ഇയാൾ 10 കിലോഗ്രാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇനി കലോറിമെട്രി പ്രോബ്ലം ആയി അല്ലേ? ഒരു ആൾക്ക് 20 കിലോഗ്രാം ഉണ്ട്, മറ്റേ ആൾ 10 കിലോഗ്രാം ആണ്. ഇയാളുടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 80, ഇയാളുടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 20. രണ്ടാളും കൂടെ മിക്സ് ചെയ്താൽ എത്രയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ? ലെറ്റ് ഇറ്റ് ബി T. അപ്പോൾ ഇയാൾക്ക് ലൂസ് ചെയ്ത ഹീറ്റ് ആയിരിക്കും ഇയാൾ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ്. അങ്ങനെയല്ലേ കലോറിമെട്രി ചെയ്യുക? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി ഇയാളുടെ മാസ് 10 ഇൻറ്റു ഇയാളുടെ സ്പെസിഫിക് ഹീറ്റ് എസ്, സെയിം മെറ്റീരിയൽ ആണ്, സെയിം വാട്ടർ എന്നല്ലേ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് 1 ആണ്, നമ്മൾ തൽക്കാലം എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 80 - T ഈക്വൽ ടു ഗെയിൻഡ് ഹീറ്റ് 20 ഇൻറ്റു ഇയാൾക്കുള്ള സ്പെസിഫിക് ഹീറ്റ് എസ് തന്നെ, ഇയാളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് T - 20. അപ്പോൾ നമുക്ക് 10ഉം 20 ഓരോ 0 വെച്ച് ക്യാൻസൽ ചെയ്യുക, എസ് ക്യാൻസൽ ചെയ്താൽ 80 - T ഈക്വൽ ടു 2നെ ഞാൻ എടുത്തിട്ടാണ് 2T - 40 അല്ലേ? അപ്പോൾ T എല്ലാം ഒരു സൈഡിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. 3T ഈക്വൽ ടു 80 + 40 120. T ഈക്വൽ ടു 120/3 ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ആൻസർ ഡി ആണ് വരിക, ഫോർത്ത് ഓപ്ഷൻ. Question number 28. If a monoatomic gas is compressed adiabatically to 1/27th of its initial volume, അതായത് ഒരു മോണോആറ്റമിക് ഗ്യാസ് ഉണ്ട്, അത് അഡയാബാറ്റിക്കലി കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ വോളിയം V എന്നുള്ളത് ദെൻ പ്രഷർ ബിക്കംസ് എന്ന് ചോദിച്ചത്. അപ്പോൾ V എന്നുള്ളത് 1/27, V ഡാഷ് ഈക്വൽ ടു 1/27V എന്ന് തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ P ഡാഷ് എത്ര ടൈംസ് P ആണെന്ന് ചോദിച്ചത്. P ഡാഷ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ PV⁻γ ആണ് കോൺസ്റ്റൻറ്റ് അല്ലേ? ദാറ്റ് ഈസ് P1 V1⁻γ ഈക്വൽ ടു P2 V2⁻γ. ഞാൻ P1 ആണ് P, അപ്പോൾ P V1⁻γ ഞാൻ V⁻γ ഈക്വൽ ടു P2 ആണ്
P2 തന്നെ എടുക്കാം, അല്ലെങ്കിൽ P ഡാഷ് എന്ന് കൊടുക്കാം. ഞാൻ P ഡാഷ് എന്ന് കൊടുത്തു. V2 റേസ്റ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ V2 ഡാഷ് ആണ്, അതിന് ഞാൻ 1/27V ഹോൾ റേസ്റ്റ് ഗാമ. ഓർ P ഡാഷ് ഈക്വൽ ടു P ഇൻറ്റു V ബൈ 1/27V അല്ലേ, ഇതിന് ഇങ്ങോട്ട് എടുത്തു ഹോൾ റേസ്റ്റ് ഗാമ. V ക്യാൻസൽ ചെയ്ത് 27 മേലേക്ക് വന്നു. P ഇൻറ്റു 27 ഹോൾ റേസ്റ്റ് ഗാമ. ഇനി ഗാമ എന്താണ്? മോണോ ആറ്റമിക് ആണെങ്കിൽ. മോണോ ആറ്റമിക് ആണെങ്കിൽ നമ്മുടെ മോണോ ആറ്റമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഗാമ 5/3 ആണ്, അറിയാമെന്ന് വിചാരിക്കണം. P ഇൻറ്റു 27 റേസ് ടു 5/3. നോക്കാം, 27 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അത് 3 റേസ് ടു 5 ആണ്. 3 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 1 3, 3 സ്ക്വയർ 9, 3 ക്യൂബ് 27, 3 റേസ് ടു 4 81, 3 റേസ് ടു 5 243. അപ്പോൾ 243 P ആണ് വരിക. 243 ടൈംസ് ആണ് പ്രഷർ ആവും. അപ്പോൾ ആൻസർ സി. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 29. The values of Cp and Cv for diatomic gases are respectively. അപ്പോൾ ഡയാറ്റമിക് ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, Cp - Cv = 6 ആണ്. ഓക്കെ, അപ്പോൾ ഡയാറ്റമിക് ആകുമ്പോൾ ഉള്ള കേസിൽ നമുക്ക് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. പിന്നെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒന്ന് ഇങ്ങനെ, പിന്നെ ഒന്ന് ഇങ്ങനെ. ഇപ്പോൾ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അയാൾക്ക് ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഹാഫ് KT ഇക്വിപാർട്ടീഷൻ എനർജിയിലെ അതിൽ ഓരോ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഹാഫ് KT ആണ് എനർജി. അപ്പോൾ ഇയാൾക്ക് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതുകൊണ്ട് 5/2 kBT ആണ് ഒരു മോളിക്യൂളിൻ്റെ എനർജി. നമ്മളൊരു മോളിൻ്റെ എനർജി എടുക്കുമ്പോൾ 5/2 RT. ഇതാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ്, ഇത് U ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് ആരെ കിട്ടുക? CV കിട്ടുക. അപ്പോൾ CV എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 5/2 R ആണ്. അപ്പോൾ CV 5/2 R ഉള്ള ഓപ്ഷൻ ഏതാ നോക്കുക. CV എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ 5/2 R ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി CP എന്തായാലും CVനേക്കാളും വലുതായിരിക്കും. മാത്രമല്ല CP - CV 6 ആയതുകൊണ്ട് ഇതിലേക്ക് 6 കൂട്ടിയാലാണ് CP കിട്ടുക. അപ്പോൾ 5/2 R + R അല്ലേ, എന്നാലല്ലേ ഡിഫറൻസ് 6 വരുള്ളൂ. മേയേഴ്സ് റിലേഷൻഷിപ്പാണത്. ദാറ്റ് ഈസ് 7/2 R. അപ്പോൾ 7/2 R, 5/2 R, ഓപ്ഷൻ E. Question number 30. 3 moles of an ideal gas are in a rigid box, cubical box with sides 0.17 meter. The ratio of their forces that the gas exerts on each of the sides, 6 sides of the box, when the gas temperature are 27 and 127. നമ്മളോട് ചോദിച്ച ഫോഴ്സിൻ്റെ റേഷ്യോ ആണ്. ഫോഴ്സ് അറ്റ് 27 ബൈ ഫോഴ്സ് അറ്റ് 127. ഇത് എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ഒരു കാര്യമാണ് അറിയണത്, പ്രഷർ ഇൻറ്റു വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. NR മാറണില്ലല്ലോ, NRT അല്ലേ മാറും. അപ്പോൾ ഇതിന് ഞാൻ PAL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T അല്ലേ, ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ വോളിയം. ഓർ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T/L. ഇവിടെ എല്ലാ ക്യൂബ് ആയതുകൊണ്ട് എല്ലാ സൈഡും ലെങ്ത്ത് സെയിം ആണ്. പക്ഷേ ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ ലെങ്ത്തും ചേഞ്ച് ചെയ്യും അല്ലേ. ടെമ്പറേച്ചർ 27 to 127 ആകുമ്പോൾ ഈ ലെങ്ത്തിൻ്റെ ചേഞ്ചും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ കേസിൽ ഫോഴ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ F27 ബൈ F127 ഈക്വൽ ടു നമുക്ക് T1/L1 ബൈ T2/L2 എന്നല്ലേ വരിക. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രിയാണ്. 27 ഡിഗ്രി മീൻസ് എത്ര കെൽവിൻ? 300 കെൽവിൻ ബൈ ആ സമയത്തുള്ള ലെങ്ത് അറ്റ് 300 ഡിവൈഡഡ് ബൈ 127 എന്ന് പറയുമ്പോൾ 400 കെൽവിൻ ബൈ ലെങ്ത് അറ്റ് 400. നമുക്ക് ഈ ലെങ്ത്ത് 300 ഡിഗ്രിയിൽ നിന്ന് 400 ഡിഗ്രി ആക്കുമ്പോൾ എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ ആൽഫ തരണം, അതായത് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് തരണം. അത് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് അർത്ഥം. മാത്രമല്ല 100 ഡിഗ്രി ഒക്കെ ആകുമ്പം ആൽഫ യൂഷ്വലി 10⁻⁵ ആ റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ റേസ് ചെയ്യുമ്പോൾ അത് അത്ര തന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ആൻസർ 3:4 ആണ് കിട്ടുക, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 31. The average kinetic energy of monoatomic gas molecule kept at a temperature 27 degree Celsius is. നമ്മളോട് ചോദിച്ചത് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, മീൻസ് 300 കെൽവിൻ ആണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ മോണോ ആറ്റമിക് ഗ്യാസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എത്ര? ഒരു മോണോ ആറ്റമിക് ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി 3/2
KBT ആണ്. കാരണം ഇവിടെ 3 degrees of freedom ഉള്ളൂ, ട്രാൻസ്ലേഷനേ ഉള്ളൂ. മോണോആറ്റമിക് ആകുമ്പോൾ റൊട്ടേഷൻ ഇല്ല. അപ്പോൾ 3/2 KBT. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു വാട്ട് ഈസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് 1.3 ഇൻറ്റു 10⁻⁻23. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു ടെമ്പറേച്ചർ 300. ഓക്കെ, അപ്പോൾ 3 × 300 900 ഇൻറ്റു 1.3/2 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് 450 ഇൻറ്റു 1.3 ഇൻറ്റു 10⁻23. നമുക്ക് 450 ഇൻറ്റു 1.3 എന്ന് പറയുമ്പം ഇതൊരു 500 മേലെ വരും അല്ലേ, 5.85 ആ റേഞ്ചിലാണ് വരിക. സോ 5.85 ഇൻറ്റു 10⁻21. കാരണം ഇവിടെ 2 പോയിന്റ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 21. ആൻസർ എ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 32. 32nd question. A traveling wave in a medium is given by y equal to a sin omega t minus kx. അല്ലേ. The maximum acceleration of the particle in the medium is. നമുക്ക് പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓസിലേഷൻ പാർട്ടാണ് എടുക്കുക. ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാണ്, എന്നിട്ട് വേവ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ കേസാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ എ സൈൻ ഒമേഗ ടി എന്നുള്ള പാർട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ കെ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഒരു പർട്ടിക്കുലർ എക്സിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റിയിൽ കിട്ടുക എ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പിന്നെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി d²/dt² അല്ലെ പാർട്ടിക്കിൾ ആക്സലറേഷൻ ഈക്വൽ ടു ഞാൻ എ ഒമേഗ, പിന്നെ ഈ ഒമേഗയും കൂടെ വരുമ്പോൾ എ ഒമേഗ² മൈനസ് വരും സൈന് കോസിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ ഒമേഗ ടി മൈനസ് കെ എക്സ്. നമുക്ക് അപ്പോൾ മൈനസ് എ ഒമേഗ² ആണ് അവിടെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. സോ എ ഒമേഗ² ആണ് മാക്സിമം പാർട്ടിക്കിൾ ആക്സലറേഷൻ വരും. അത് നമ്മൾ ഡയറക്റ്റ് ഫോർമുലയായിട്ട് ഓസിലേഷനിൽ പഠിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. Two simple harmonic motions with the same amplitude and same frequency acting in the same direction are impressed on a particle. ഒരു പാർട്ടിക്കിളിൽ 2 simple harmonic motion impress ആവുന്നുണ്ട്. If the resultant amplitude of the particle is equal to amplitude of individual SHMs, അതായത് റിസൾട്ടൻ്റ് ഈക്വൽ ടു 2 ഇൻഡിവിജ്വൽ SHMസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വലായി. ആംപ്ലിറ്റ്യൂഡ്സ് മാത്രമായിട്ടാണ് ഞാൻ എഴുതിയത്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായി, 2 ഈസ് ഈക്വൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ SHMs. ഓക്കെ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡും എ തന്നെയാണ്. എല്ലാവരും ആംപ്ലിറ്റ്യൂഡ് എ ആണ്, റിസൾട്ടൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അങ്ങനെയാണ്. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ. അങ്ങനെയാണെങ്കിൽ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുക? √(a1² + a2² + 2a1a2 cos θ. ഇവിടുത്തെ കേസിൽ എല്ലാവരും എ ആണ്. എ ഈക്വൽ ടു √(a² + a² + 2a² cos θ. സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ a² ഈക്വൽ ടു ഈ 2a² 2a² + 2a² cos θ. അപ്പോൾ ഈ a² എല്ലായിടത്തും നിന്നും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1 ഈക്വൽ ടു 2 + 2 cos θ അല്ലേ. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ a², ഇവിടെ 2a² + 2a² cos θ അങ്ങനല്ലേ. അപ്പോൾ -1 ഈക്വൽ ടു 2 cos θ ഓർ cos θ ഈക്വൽ ടു -1/2. എപ്പോഴാണ് cos θ -1/2 ആവുക? തീറ്റ 60 ആകുമ്പോഴാണ് 1/2 ആവുക. 180 - 60 ആകുമ്പോഴാണ് -1/2 ആവുക. മീൻസ് 180 - 60 എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രിയിലാണ് തീറ്റ. 120 ഡിഗ്രി മീൻസ് എത്ര റേഡിയൻ? 2π/3 റേഡിയൻ. ഇത് വെക്റ്റർ പോലെ കണ്ടാൽ മതി. വെക്റ്റർ പോലെയാണ് ആംപ്ലിറ്റ്യൂഡ് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 34. 34. 2 nearest harmonics of an organ pipe are open at both ends are 200 Hz and 240 Hz. നമുക്ക് 2 നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ 200 240 ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു n ടൈംസ് ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ഈ 200 എന്നുണ്ടെങ്കിൽ n+1 ടൈംസ് ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് 240 വരിക. കാരണം എല്ലാ ഫ്രീക്വൻസീസും ഓപ്പൺ ഓർഗൻ പൈപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഒരു എൻഡിൽ ക്ലോസ്ഡ് ആണെങ്കിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവൂ. ഇതെല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് n+1f - nf ഈക്വൽ ടു എത്ര വരിക? 40. ഇത് nf - f - nf ഈക്വൽ ടു 40 ഓർ f ഈക്വൽ ടു 40 Hz. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്? 40 Hz ആണ് ആൻസർ. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 35. 2 strings of same material and same length are given equal tension. 2 strings ഉണ്ട്, ഒരേ മെറ്റീരിയലാണ്, ഒരേ ലെങ്ത് ആണ്, രണ്ടാൾക്കും ഒരേ ടെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. If they are vibrating with fundamental frequencies 1600 and 900, the ratio of their respective diameters is. അപ്പോൾ ഇവിടുത്തെ കേസിൽ
നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ വെലോസിറ്റിൻ്റെ ഫോർമുല √T/μ ആണ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ വേവിൻ്റെ വെലോസിറ്റിയാണ്. ഇനി ഇത് നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു v/λ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പറഞ്ഞ റേഞ്ച് ഇതാണ്. അപ്പോൾ ഇത് λ/2 ആണ് ഇവിടുത്തെ ലെങ്ത് വരിക, ഓർ ലാംഡ എത്ര വരിക? 2L ആണ്. അപ്പോൾ ഇവിടെ v/2L ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരിക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ F ഈക്വൽ ടു 1/2L √T/μ അങ്ങനെ വരും. നമുക്കിവിടെ പറഞ്ഞത് ലെങ്ത് സെയിം ആണ്, ടെൻഷനും സെയിം ആണ്, ആകെ കൂടെ വ്യത്യാസമുള്ളത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ എങ്ങനെയെങ്കിലും ഇക്വേഷനിൽ കൊണ്ടുവരണം. സോ 1/2L √T/ മാസ് ബൈ ലെങ്ത് ആണ്. മാസിനെ എനിക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതും. ദാറ്റ് ഈസ് 1/2L √T/ വോളിയത്തിന് ഏരിയ നോക്കുക, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതും. സോ ഏരിയ ഇൻറ്റു ലെങ്ത് ബൈ ലെങ്ത് റോ. ലെങ്ത് ക്യാൻസൽ ചെയ്താൽ 1/2L √T/A റോ എന്ന് കിട്ടും. ഓർ ഏരിയനെ എനിക്ക് πd²/4 എന്ന് എഴുതാലോ. ഈ ബാക്കി എല്ലാ ആൾക്കാരും സെയിം ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1√D² അല്ലേ ഇവിടെ വരിക. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓർ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D. അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്താൽ F1D1 ഈക്വൽ ടു F2D2. നമ്മളോട് ചോദിച്ചത് എന്താണ്? റേഷ്യോ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഡയമീറ്റേഴ്സ്. സോ D1/D2 ആണ് ചോദിച്ചത്. ദാറ്റ്സ് ഈക്വൽ ടു F2/F1. F2 എന്താണ്? രണ്ടാമത്തെ ആളുടെ ഫ്രീക്വൻസി അത് എത്രയാണ്? 900 ബൈ ആദ്യത്തെ ആളുടെ ഫ്രീക്വൻസി ദാറ്റ് ഈസ് 1600. 0 0 ക്യാൻസൽ ചെയ്താൽ 9:16 ഓപ്ഷൻ ഇ.